12:55 പനവേലിലെത്തിയിട്ടാ ഇവിടെ ഇറങ്ങി. ഇനി ഇവിടുന്ന് ലോക്കൽ ട്രെയിൻ പിടിക്കാണ്ട് നമ്മളെ CST VT റെയിൽവേ സ്റ്റേഷൻ്റെ അവിടേക്ക്. അപ്പോൾ അവിടുന്ന് കിതച്ച് വരികയാണ്. എടുത്താൽ പൊന്താത്ത ലഗേജത്, പിന്നെ അതിലെ ഡ്രസ്സാണ്. അപ്പോൾ എല്ലാവരോടും പറയട്ടെ, ബോംബെ വരുമ്പോഴേ നിങ്ങൾ ഇവിടെ വന്ന് പനവേലി പറഞ്ഞ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ മതി. ഇവിടുന്ന് മാറി കയറുമ്പോൾ എന്താ വെച്ചാൽ ഇത് കുർളയിലേക്കായി ട്രെയിനിൽ പോവുക. നേത്രാവതി വണ്ടി വെച്ചാൽ കുർളയിലേക്കാണ്, ഇത് മംഗളാണ്, ഇത് ഇവിടേക്ക് നിസാമുദ്ദീനാണ്. അപ്പോൾ പനവേലിൽ വന്ന് ഇറങ്ങുമ്പോഴേ വേറൊരു കാര്യമുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് വേഗം എത്താം. അങ്ങനെയുണ്ട്. നേരെ മറിച്ച് കുർളയിൽ വന്ന് ഇറങ്ങുമ്പോൾ അപ്പോൾ 1 മണിക്കൂർ സമയം പോവുക. അപ്പോൾ എന്തായാലും ഇവിടുന്ന് കറക്റ്റ് ടൈമാട്ടോ, 12:40 10 മിനിറ്റ് വണ്ടി വൈകി, ഇത്രേ ഉള്ളൂ. എന്തായാലും കടലിലേക്ക് എത്താൻ 1 മണിക്കൂറുണ്ട്. ഓക്കെ, ഇവിടെ കൂടെ വെക്കുകയാണ്. ഇന്നലെ പുറപ്പെട്ടതാണ് 2-ാം തീയതി, 3/7/2025. ഇതും പനവേലട്ടാ. അവിടുന്ന് നമ്മളെ കേരളത്തിലെ വണ്ടി പോണ വഴി പ്ലാറ്റ്ഫോം അവിടെയാണ്. ഇവിടുന്ന് വന്നിട്ട് ലോക്കൽ പനവേലിൽ നിന്ന് ലോക്കൽ ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെയാണ് ലോക്കൽ ട്രെയിൻ വരിക. ഇങ്ങനെ വരും. 1:19 ഇനി ട്രെയിനുള്ളത്. അപ്പോൾ 10-15 മിനിറ്റ് വരെ ഇങ്ങനെ നിൽക്കേണ്ടി വരും. ഇപ്പോൾ ഇനി ബോംബെ വന്നിട്ട് പനവേലൊന്നും കണ്ടില്ല എന്ന് പറയരുത്. ഓക്കെ, ഇതൊക്കെയാണ് പനവേലി എന്ന സ്ഥലം. അല്ലാ, ഇത് എടുത്താൽ പൊന്താത്ത ലഗേജിയാ. ആകെ തലമേറ്റിട്ട് പെരടി വിളി ലഗേജ്. എന്തായാലും ഇനി കടയിലെത്തിയിട്ട് ഒക്കെപ്പാടെ കൂടിയിട്ട് ഒരു വീഡിയോ എടുത്താൽ വിടാൻ. അവിടുന്ന് പോകുന്ന സമയങ്ങളും എൻ്റെ മക്കളൊക്കെ ട്രെയിൻ കയറ്റി തരുന്നതും കുറ്റിപ്പുറം എയർപോർട്ടിൽ മക്കൾ വരുന്നതൊക്കെപ്പാടെ കൂടി ഒന്നിച്ച് ഇതിൻ്റെ കൂടാണ്ട് വിടാച്ചിടാം. അതുപോലെ വരുന്ന സമയത്ത് നമ്മളെ സ്നേഹിതന്മാരൊക്കെ ഉണ്ടായിരുന്നു, റസാഖ് ഭായും മുജീബ് ഭായും ഇവരൊക്കെപ്പാടെ ഒന്നിച്ച് ഇതിൻ്റെ കൂടാണ്ട് വിടാം. അപ്പോൾ ഞങ്ങൾ എൻ്റെ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടാ ബോംബെയിൽ ലോക്കൽ ട്രെയിനാണ് ഈ പോകുന്നത്. ഇതാണ് ഷണ്ടാസ് റോഡ് സ്റ്റേഷൻ എന്ന് പറയും. ഓക്കെ, ഞാൻ ആരെങ്കിലും ബോംബെ വരുമ്പോൾ ഇതാണ് ഞാൻ വന്ന് ഇറങ്ങണ സ്റ്റേഷൻ. അത് ഇവിടുന്ന് കാണുന്ന വെള്ള ബിൽഡിംഗ് ഇതാ. അവിടുന്ന് കുറച്ചായിട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ ഇളനീ കച്ചവടം ചെയ്യണ സ്ഥാപനം അവിടെയാണ്. അപ്പോൾ ഇതിവിടെ ലോക്കൽ ട്രെയിൻ വന്നിട്ട് ഇപ്പോൾ 2 ടൈം അതാ കൊടുത്തിരുന്നത്. 2:42 ഇവിടെ ഇറങ്ങിയത്. ഇനി ഡേറ്റും പറട്ടെ 3/7/2025. ഓക്കെ, ഇനി ആ ബിൽഡിങ്ങിൻ്റെ അപ്പുറം കുറച്ചായിട്ട് പോകണം. ഈ ലഗേജിട്ട് എന്താ വെച്ചാൽ നല്ല കനവുണ്ട്. എന്താ പറയുക, ഇങ്ങോട്ട് വെളിച്ചെണ്ണ അതിൽ ഒരുപാട് സാധനം ഉണ്ട് എടുത്താൽ പൊന്താത്ത്. ഞാൻ എന്തായാലും സാറിൽ അവിടെ എത്തി എല്ലാവരോടും. ഓക്കെ, ഇനി ഇവിടെ കട്ടാക്കട്ടെ. ഇതാട്ടോ എൻ്റെ ബിൽഡിങ്. ആരെങ്കിലും വരുമ്പോൾ ഞാൻ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുക, അങ്ങോട്ട് റൂമിൻ്റെ അകത്തേക്ക് കൊണ്ടുവരില്ല. കാരണം ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ എല്ലാവരും പറയും, അല്ല മാനി ഇതിൻ്റെ മുകളിലൊക്കെയാണ് താമസിക്കണ വെച്ചിട്ട് ആ വലിയ ബിൽഡിങ്ങിൻ്റെ അടുത്ത് കണ്ടായിരുന്നു. പക്ഷേ മാനി എടുക്കണത് ആ ലിഫ്റ്റിൻ്റെ ചെറിയൊരു ഇടയിൽ അത് കാണിച്ചു കൊടുക്കില്ല. ഇവിടെ ഇങ്ങനെ പരിചയമുള്ളവരോടൊക്കെ ഇതിങ്ങനെ ചൂണ്ടിക്കാണിക്കല്ലോ, ഇതാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോയി കാണിക്കൂല. അപ്പോൾ ഇനി ഇവിടെ ഇന്ന് എത്തിയിട്ടാ, സുഖമായിട്ട് എത്തി, മാഷാ അല്ലാ. അങ്ങനെ ലഗേജ് എത്തി എൻ്റെ റൂമിലേക്ക് എത്തിയിട്ടാ. ഓക്കെ, ഇനി റൂമിലെടുക്കാണ്ട് എത്തട്ടെ. ഇതന്നെ ബിൽഡിങ്ങിനായിട്ടില്ലേ. അപ്പോൾ എൻ്റെ ചാവി ഇതാ തുറക്കാൻ പോവുകയാണ്. അടച്ചോനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇങ്ങോട്ടേക്കാണ്. ഇതാണ് ഇതിൻ്റെ ഉള്ളിലാണ് എൻ്റെ വലിയൊരു കൊട്ടാരം. നാട് വിട്ട് വരുമ്പോൾ തുറക്കാൻ പോയിട്ടാ. തുറക്കുകയാണ്. അല്ലാഹു അക്ബർ. ഇങ്ങോട്ടേക്കാണ്. ഇതാണ് എൻ്റെ സ്വർഗത്തിലെ. ഞാൻ ലഗേജൊക്കെ എടുത്തൊക്കെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കാണ്ട് റബ്ബേ. അല്ലാ, വല്ലാത്തൊരു ജീവിതം. സുബ്ഹാനല്ലാഹ്. ഇങ്ങോട്ടേക്കാണ്. ഇങ്ങനെയുള്ള നരകത്തിലേക്ക് വരുമ്പോഴാണ് അവിടുന്ന് ഞാൻ കരഞ്ഞു തുടങ്ങിയത്. കാരണം ഇനി റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കാണ്ട് ബാത്റൂമൊക്കെ ഇനി 1 മണിക്കൂർ ആകെ പൊടി മണ്ണ് നിറഞ്ഞ ഇവിടെ കാണി. എന്താ നിങ്ങളോട് പറയുക, കുറച്ചോനെ ഇതാണ് എൻ്റെ ജീവിതം. ഇങ്ങോട്ട് വരുമ്പോഴാണ് ഞാൻ കുറച്ച് സങ്കടപ്പെട്ടിട്ട്. കാരണം തരുമോ ഇങ്ങനെയുള്ള നരകത്തിലേക്കുള്ള കാര്യം ആലോചിച്ചിട്ടും, രണ്ടാമത്തേത് തെങ്ങുമ്മ കയറുന്ന പണിയും. കാരണം ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ഇവിടെ ബോംബെക്ക് വരുമ്പോൾ സ്വർഗം കിട്ടുകയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ സ്വർഗത്തേക്ക് കഴിയണ പണിയല്ലല്ലോ. അവിടെ നാട്ടിൽ എന്ത് മനോഹരമായിട്ട് 1 മാസം നിന്ന്. ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ എത്ര ആൾക്കാർ. ഒരാളും ഇങ്ങനെ വീഡിയോസൊന്നും കാണിക്കൂല. കാരണം ഒരുപാട് ആൾക്കാർ എന്നെപ്പോലെ കണ്ണത്ത രാജ്യത്ത് വന്നിട്ട് ഇങ്ങനെ പണിയെടുത്ത് പോകുന്നവരാണ്. പക്ഷേ എവിടെയൊക്കെ കിടന്ന് ഉറങ്ങണമെന്ന് ഒരാൾ
ഒരാൾക്കും പറയാൻ പറ്റത്തൊക്കെയാണ് അവസ്ഥ. അപ്പോൾ ഞാനൊക്കെ അവിടുന്ന് വരുന്ന സമയത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് കഴിയുന്നിടത്തോളം കരയായിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചു നോക്കി. പക്ഷേ അപ്പോൾ ഇതിന് എൻ്റെ സ്നേഹിതന് ഓട്ടോറിക്ഷയായിട്ട് വരികയാണ്. അപ്പോൾ വരേണ്ട സമയമായിക്കണേ. ഞാൻ കുറേ നേരം വീഡിയോ എൻ്റെ മുന്നിൽ, കാരണം വെച്ചാൽ ഞാൻ ആ വീഡിയോ എടുക്കാനുള്ള കാരണം എന്താ, അതിൻ്റെ മുന്നേ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ എടുത്ത് വിട്ടിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ അവിടുന്ന് വരുമ്പോൾ എനിക്ക് ഖുർആനൊന്നും അങ്ങനെ ഓതാൻ അറിയില്ല. അപ്പോൾ ഞാൻ ആ മുസാഹിബ് എടുത്തിട്ട് മാത്രം ഹൃദയത്തിൽ വെച്ചിട്ടൊരു സങ്കടപ്പെട്ടൊരു കരച്ചിലുണ്ടെന്ന്. അപ്പം ഇങ്ങനെ പറയാൻ നിൽക്കുമ്പോൾ കണ്ണിൽ നിന്ന് അത് പറയാണ്ട് മുന്നേ തന്നെ ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ കരച്ചിൽ വരികയാണ്. പിന്നെ എന്താ ചെയ്യുക, അങ്ങനെ വേഗം അവിടെ നിന്ന് എടുത്ത് പോകുന്നത്. ഇങ്ങനെയുള്ള ജീവിതമാണ് പൊന്നാര മക്കളെ. ഇനിയിപ്പോൾ നോക്കണം, ഞാൻ നാട്ടിൽ നിന്ന് കയറുന്നതിൻ്റെ അന്ന് തന്നെ ഓഫീസർമാർ ഫോം വിളിച്ചിട്ടായിരുന്നു. കാരണം വേഗം വായോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ഇവിടുന്ന് ഇപ്പോൾ സ്റ്റേഷനിലോട്ട് ഇറങ്ങാൻ നേരത്തും ഫോം വിളിച്ചുകൊണ്ടിരുന്നു. കാരണം അവിടെ നാട്ടിൽ നിൽക്കുമ്പോൾ സമാധാനം ചെയ്ത് തെങ്ങിൻ്റെ മുകളിലൊക്കെ ഉണങ്ങിയ ഓലൊക്കെ വീണിട്ട് ഈ തുണിയൊക്കെ നല്ല കഴുകണം. ആകെ ഇതായിക്കണേ, പൊടി നിറച്ചും പൊടി മണ്ണായിക്കണേ. ഒരു 2 മണിക്കൂറോളം പിടിക്കും. എന്തായാലും സാധാ ഇതൊക്കെ പാടെ എഡിറ്റിങ് ചെയ്തിട്ട് ഒരു വീഡിയോയിലുണ്ട്. കുറച്ച് നാട്ടിലുള്ള വീഡിയോസ് ഉണ്ട്. എൻ്റെ കുട്ടികൾ ട്രെയിനിൽ കയറ്റി വിടുന്നതും അതുപോലെ ഞാൻ കുറച്ച് ആൾക്കാരെ കണ്ടുമുട്ടിയിട്ടുണ്ട് വരുന്ന സമയത്ത്. ഒക്കെപ്പാടെ ഇതിൻ്റെ കൂടാണ്ട് വിടുന്നുണ്ട്. ഓക്കെ സാധാ ഞാൻ ഇവിടെ വെക്കുകയാണ്. സുഖമായിട്ട് എത്തി. ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. സമയത്തായി 3 മണിയായിട്ടുണ്ടാവും. എന്നെല്ലാവരോടും എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് പൊരുത്തപ്പെടാം. സുഖമായിട്ട് യാത്രകളൊക്കെ ദുആ കൊണ്ട് ഇവിടെ എത്തിക്കണം ഞാൻ. എല്ലാവരും പ്രാർത്ഥന കൊണ്ട്. അസ്സലാമു അലൈക്കും, നമസ്കാരം, നന്ദി. അപ്പോൾ ഞാൻ റൂം വൃത്തിയാക്കാൻ പോയിട്ടാ. 2-ാം തീയതി അവിടെ നിന്ന് കയറി 3-ാം തീയതി ഇവിടെ എത്തി. 3:35 ഇവിടെ 3:15 ഇവിടെ എത്തി. ഇതാണ് ഇത് അപ്പുറത്തെ ആൾക്കാർ താമസിക്കുന്നതിൻ്റെ റൂമിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെയാണ് എലി തുരന്നിട്ട് ഈ അവസ്ഥ ആക്കി. ഞാൻ ഈ മെഷീനിൻ്റെ അടുത്ത് ഞാൻ ഇവിടെ വാങ്ങി വെച്ചിരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതൊന്ന് ഇവിടൊക്കെ നടിച്ച് വൃത്തിയാക്കണ്ട. ആകെ പൊടി ഏസിൻ്റെ ആൾക്കൊക്കെ മണ്ണായിക്കണം. ഇതാണ് പറഞ്ഞത് ഇവിടെ ഒരു സ്വർഗ്ഗം ഉണ്ടെന്ന് പറഞ്ഞത്. ഞാൻ കരഞ്ഞതിൻ്റെ കാരണം അവിടുത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട്. സംസയ്ക്ക് എത്തിയും കൂടി പണ്ട് ഇവിടെ വന്നേ എന്നെ അവർ വീട്ടിലേക്ക് എന്താ ക്ഷണിച്ചിട്ട് എന്നെ കാണാതായപ്പോൾ ഞാൻ ദമ്മത്ത് ഇത് തുറന്നു കൊടുത്തില്ല. കാരണം ഇത് തുറന്നു കൊടുത്താൽ ഈ ആദ്യം അവസ്ഥയൊക്കെ എന്നുണ്ടെങ്കിൽ സംശയമൊക്കെ പറഞ്ഞു. ഇപ്പോൾ സംശയമൊക്കെ കാണിച്ചു കൊടുത്ത കുഴപ്പമില്ല. എത്തിയും കൂടി വന്നപ്പോഴേ അപ്പോൾ ഞാൻ തുറക്കട്ടെ ഇനി. ഓക്കെ, കണ്ടോ, ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. ഒക്കെ കണ്ടു പഠിക്കും. പ്രവാസി ലോകത്ത് വന്നാൽ ഈ കുടുംബം ഇവിടൊക്കെ ജീവിക്കണമായിട്ട് അതൊന്നും ഒരാൾ വീഡിയോ എടുത്ത് വിടില്ല. വളരെ മോശപ്പെട്ട ആഴ്ച. പക്ഷേ എങ്ങനെയാണ് ഒരു 10 ഉറുപ്പിക ഉണ്ടാക്കണമെന്നും കൂടി ഈ രാജ്യത്ത് വന്നിട്ട് സ്വർഗം കാണാൻ വേണ്ടി ഈ നരകത്തേക്ക് വന്നപ്പോഴാണ് ഞാൻ ഈ നരകം ആലോചിച്ചായി കരയണത്. റബ്ബേ, അവിടെ ചെന്ന കടന്നെല്ലും ഉറുമ്പിൻ്റെ കടന്നെല്ലും പടച്ചോനെ ഇനിയുണ്ട് കുറച്ച് ഉറുമ്പ് വന്ന് കടിക്കാണ് തെങ്ങിൻ്റെ മുകളിൽ. കാരണം നാട്ടിൽ എല്ലാവരും പറയും, അവിടെ കമൻറ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു എല്ലാവരും, നമുക്ക് ഇവിടെ നാട്ടിൽ വന്നൊരു തെങ്ങ് കയറിക്കൂടെ. നാട്ടിൽ തെങ്ങ് ഏറി വന്നാൽ 1000 ഉറുപ്പിക കിട്ടുമല്ലോ, 1500 കിട്ടും. ഇവിടെ ആകുമ്പോൾ നമുക്കൊരു 3000 ഉറുപ്പികയെങ്കിലും മാറ്റിയേക്കാൻ കിട്ടും. 2 പെൺകുട്ടിയും കൂടി കെട്ടിച്ച് വിട്ടാൽ എൻ്റെ ഈ ടെൻഷനൊക്കെ മാറി. ഇനി ഒരു കാര്യം കൂടി പറയണ്ടേ, ഇതും കൂടി. കാരണം ഞാൻ ഇത് വെക്കട്ടെ, ഇവിടെയൊക്കെ വൃത്തിയാക്കട്ടെ. എൻ്റെ വീഡിയോസ് നിങ്ങളെല്ലാവരും കാണുന്നൊക്കെ അറിയില്ല. യഥാർത്ഥ ഒരു മനുഷ്യൻ്റെ ജീവിത ചരിത്രങ്ങളാണ് ഇതൊക്കെ. നിങ്ങൾ കാണി എന്താണ് പ്രവാസി ലോകത്ത് വന്നിട്ട് ഓരോ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്നത് എന്നാൽ കണ്ടോളി. എന്നാലും മടിയില്ല. ആകെ പൊടി മണ്ണ്. നീ ഇതൊക്കെ എത്ര സമയം പിടിക്കുന്ന അറിയാം. ഇതൊക്കെയാണ് എന്താ കോല. വന്നിട്ട് കുടിച്ചിട്ടും കൂടി ഇല്ല. ഇനിയിപ്പോൾ ഇതൊക്കെ എത്ര ചിറ്റ വൃത്തിയാക്കാണ്ടെന്നറിയാം. ഇതിനുള്ളിൽ അങ്ങനെ ഉണ്ട്. ഈ ലിഫ്റ്റ് കയറി ഇറങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊടി പുറത്തേക്ക് വരും. അവിടെ തലമുക്കാകണി ആകെ ചേർന്നിപ്പോൾ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി. ഇനിയിപ്പോൾ പണിയൊന്നും കഴിച്ചിട്ടില്ല. അതിൻ്റെ അടുത്ത് പോകാൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തെങ്ങുമ്മ കയറേണ്ട പണിക്ക് ഓഫീസർമാരൊക്കെ വിളിക്കണേ. ഈ പ്രാവശ്യം മഴയൊക്കെ നല്ല പെയ്തിക്കണ്. ഓലമടലൊക്കെ നല്ല വീണിട്ട് അങ്ങനെ. കാരണം ഇവിടൊക്കെ വൃത്തിയാക്കി ആ മിഷൻ വെച്ചിട്ട് അടിച്ചത്. ഇനി ഇവിടൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാണ്ട് ഇതേമാതിരി നിങ്ങൾ പറയും അത് അനക്ക് പിന്നെ റൂം വേറെ എവിടെയെങ്കിലും പോയി റൂം എടുത്തിട്ട് അജ്ജി എന്തിനാണ് ഇങ്ങനെ ഇതിനുള്ളിലൊക്കെ പോയി കിടന്ന് ഉറങ്ങണമെന്ന്. എന്നാൽ ബോംബെയിൽ ഇത്രയും ചെറിയ റൂമിൻ്റെ വില 6000-7000 ഉറുപ്പികയാണ്. സംസുക്ക താനും കുട്ടികളായിട്ട് താമസിക്കണതിന് 25,000-ൻ്റെ ചോട റൂമിൻ്റെ വാടക കൊടുക്കുന്നുണ്ട്. ഈ 25,000 ഉറുപ്പിക കൊടുത്താൽ നമുക്ക് കുടുംബത്തേക്ക് എങ്ങനെ പൈസ അയക്കാൻ പറ്റും? നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെയാണ്. 25,000 ഉറുപ്പിയും പിന്നെ ആ മനുഷ്യർക്ക് ഒരു സംസുക്കാർക്ക് ഏകദേശം ഒരു മാസത്തിൽ 75,000 ഉറുപ്പിക 1,00,000 ഉറുപ്പിക വേണം. മൂപ്പേർ കുറിയും കാര്യങ്ങളും അങ്ങനെയുള്ള ഞാനുള്ള കാര്യം. ഇനിയിപ്പോൾ സംസുഖം അത് എന്നെ കേട്ടാൽ എന്നെ ചെയ്താൽ എന്തിനപ്പോൾ ഇജ്ജത്തൊക്കെ ഇതൊക്കെ പറയണത്. ഇതാണ് ബോംബെയിലെ അവസ്ഥ. അത്ര റൂമിന് 25,000 കൊടുക്കുമ്പോൾ അതിൻ്റെ പകുതി പൈസയാണ് ഈ ചെറിയ റൂമിന് 10,000-12,000 ഉറുപ്പിക. ഇതിപ്പോൾ എനിക്കൊരു 6,000-7,000 ഉറുപ്പിക തന്നത് അതിനും കുറവാണ്. 6,000 ഉറുപ്പിക ചോടുണ്ടാവുമെന്നാണ് തോന്നുന്നത്. അത് അയാളെന്ന് വെച്ചാൽ അത്രക്കും ഇന്നായിട്ടുള്ള ബന്ധമാണ്. ഇളനീം കുടിച്ചിട്ടുള്ള ബന്ധവും അങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യനാണ്. അയാൾ ഒരു തവണ എനിക്ക് എഗ്രിമെൻറ്റ് ചെയ്ത് തന്നിട്ടുള്ളൂ ആദ്യമായിട്ട്. പിന്നെ അയാൾ എഴുതി തന്നില്ല. അയാൾ പറഞ്ഞ്
നിനക്ക് എഴുതി തരേണ്ട ആവശ്യമില്ലാന്ന്. അത് ഞാൻ ഇനി റബ്ബ് എന്ന് പറയുമ്പോൾ അവർ എന്തിനാ വിടാതെ റബ്ബിനെ സത്യം ചെയ്യണം. അതും ആരാന്നറിയോ, ഒരു ഹൈന്ദവ സഹോദരനാണ് ഇവിടുത്തെ ഒരു ശിവസേന ഒരു അതിൻ്റെ കൂടെ നിന്നിട്ട് വീഡിയോസും ഫോട്ടോകളൊക്കെ എടുത്തു തരാം. ആ മനുഷ്യൻ ശിവസേനക്കാരനാണ്, പൊട്ടൊക്കെ തൊട്ടിട്ടുള്ള ഇതാണ്. പക്ഷെ എന്താണ് ഇവിടെ ഉള്ള ആൾക്കാർ അത്യാവശ്യം നല്ല സ്നേഹിക്കുന്ന ആൾക്കാരാണ്. ശിവസേന ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ. അവർ അങ്ങനെ മതമായിട്ടൊന്നും അവരങ്ങനെ ചിലർ പലരും ആരെങ്കിലുമൊക്കെ ഒന്ന് ചിന്തിക്കുള്ളൂ. ഇവരൊന്നും സ്നേഹിച്ച് കഴിഞ്ഞാൽ എന്തുവാണെങ്കിലും ചെയ്തു തരും. അങ്ങനെയാണ് ഇവിടെയുള്ള ബോംബെയുള്ള ആൾക്കാരായിട്ട് നിൽക്കുമ്പോൾ. അവിടെ മുസ്ലിമാണ്, ഹിന്ദുവാണ്, ക്രിസ്ത്യൻ, ഇതൊന്നും ഇവിടെ ഉള്ളവർക്കില്ല. നമ്മൾ കൊടുക്കുന്ന സ്നേഹം തിരിച്ച് അതേമാതിരി കാണിക്കുന്ന സ്നേഹം. അതാണ് ഇവിടെ ബോംബെയിലെ ശിവസേന ആയാലും BJP ആയാലും ആരായാലും ശരി, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം. ഞാൻ ഉള്ള കാര്യം പറയാം. ഇവിടെ ചെറുപ്പം മുതൽ വളർന്ന് റൂട്ടുമ്മ കിടന്നൊക്കെ വളർന്നത് അങ്ങനെ ഇങ്ങോട്ടൊന്ന് കര കയറിയത്. അത് തെങ്ങിൻ്റെ മുകളിൽ പൊത്തിപ്പിടിച്ച് കയറുന്നതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഈ റൂമിന് തന്നെ ഇവിടെ പുറത്ത് കൊടുക്കാൻ ആൾക്ക് 8,000-9,000 പെട്ടു ഈ ഒരു റൂമിന്. ആ സ്ഥാനത്ത് അയാൾ എനിക്ക് 6,000 രൂപ വാടക. ആറായിരത്തിൻ്റെ ചൂടെത്തും, ചില്ലറ പൈസ കൂടി കുറവുണ്ടാവും. അപ്പോൾ അയാൾ ഞാൻ പറയണേ അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. എന്നോട് പറഞ്ഞ എന്താ ചെയ്താണ്ട് എത്ര കൊല്ലമായി ഞാൻ ഈ റൂം എടുക്കണമെന്ന് അറിയും. അയാൾ വാടകനെ എന്നോട് അങ്ങനെ ചോദിക്കലില്ല. ബുദ്ധിമുട്ട് ചിലപ്പോൾ എന്നാലും 1,00,000 ഉറുപ്പിക ഞാൻ ബുദ്ധിമുട്ടായിട്ട് വേറെ അവിടെ നിന്ന് എടുത്തു കൊടുത്ത്. ഞാൻ വാടക കുറേ മാസത്തിൽ കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ 1,00,000 അയാൾ ഓടി വന്നപ്പോൾ ഞാനത് വേറെ അവിടെ നിന്ന് വാങ്ങിക്കൊടുത്തു. അതേമാതിരിയാണ് ഇവിടെയുള്ള പരച്ച് ഒരുപാടുണ്ട്. സാധാരണ ഞാൻ അടുത്ത വീഡിയോ കണ്ടമാനാകുമ്പോൾ ആരും കാണൂല. ബോംബെയിലൊക്കെ ഓരോ മനുഷ്യൻ്റെ ജീവിതം ഇന്നെപ്പോലെ ഒരുപാട് ആൾക്കാർ ഇറങ്ങി കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതേമാതിരി ഇവിടെ കിട്ടും. അവരൊക്കെ വീഡിയോസ് എടുത്ത് ഞാൻ വിട്ട് അവരെ കാണിക്കാതെ തന്നെ അറിയാതെ പോയി വീഡിയോസ് എടുത്തു. അങ്ങനെ വിടാൻ പറ്റില്ല. എല്ലാവരും ഒന്ന് ഒരു പാഠം നിങ്ങൾക്ക് അറിയും. യൂട്യൂബിലുള്ളവരൊക്കെ അറിയും. കാരണം വെച്ചാൽ എങ്ങനെയൊക്കെയാണ് ഈ മനുഷ്യന്മാർ ആൾക്കാർക്ക് വിട്ടെടുത്ത നാണക്കേടാണ്. കാരണം ഓരോരുത്തരുടെ വില നഷ്ടപ്പെടും. ജീൻസും പാൻറ്റും ഇട്ട് നടന്നാൽ ടൗണിൽ ചെത്തി നടക്കാം. ആ ചെത്തിൽ അവിടെയും പോയാൽ നഷ്ടപ്പെടുവിച്ചിട്ട് ആരും അങ്ങനെ എടുത്തു വിടുക. ഞാൻ എല്ലാം എടുത്തുവിടും. ഉറപ്പാവും. എന്തുണ്ടെങ്കിലും ഉള്ള കാര്യം ഇല്ലാത്തത് എൻ്റെ റബ്ബിനെ സത്യം. ഇല്ലാത്ത വീഡിയോസും കണ്ടൊക്കെ പറഞ്ഞിട്ട് ഒരു മനുഷ്യനെ അരം കൊള്ളിക്കില്ല. അത് ഞാൻ എപ്പോഴും ചെയ്യണ പോയി. ഇന്നെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഒരു മനുഷ്യൻ തിരൂരിൽ നിന്ന് 2-3 ആൾക്കാർ ഞാൻ വരുന്നതിൻ്റെ തലേദിവസം എൻ്റെ പേരേക്ക് എത്തി. മാഷാ അല്ലാഹ്. എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ആ മനുഷ്യന്മാർക്ക് മനസ്സിലായി. കാരണം ഞാൻ നുണല്ല പറയണമെന്നുള്ളത്. അതുപോലെ ഗുരുവായൂരിന്ന് പേരൊക്കെ മറന്ന് ഞാൻ പേര് അവിടെ എഴുതിച്ചിട്ടുണ്ട്. ആ മനുഷ്യനും എൻ്റെ നമ്പർ എങ്ങനെ തപ്പി പിടിച്ച് അവരും വിളിച്ച് മമ്പറം തങ്ങൾപ്പാപ്പൻ്റെ ആ ഭാഗത്തു നിന്നും അവിടെ മുപ്പരുടെ പേരും സൈനിക സദ്ദാമൊക്കെ അങ്ങനെ എന്തോ അവരും വിളിച്ചിട്ട് അപ്പോൾ യൂട്യൂബിൽ നിന്ന് എന്നെ ഇഷ്ടപ്പെട്ട്. കാരണം ഞാൻ ഉള്ള സംഭവങ്ങളാണ് പറയുന്നതെന്നുള്ള യഥാർത്ഥ സത്യം ബോധ്യപ്പെട്ടതിൻ്റെ പേരിലാണ് ആ മനുഷ്യന്മാർ കാരണം പോണേൻ്റെ ഉള്ളിൽ എന്നെ ഒന്ന് കാണാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ നാളെ മറ്റന്നാൾ പോവുകയാണ് സാറുള്ള അടുത്ത വരവിന് നിങ്ങൾ വരിക. അപ്പോൾ നമുക്ക് ഞങ്ങളെ വീട്ടിലേക്കൊക്കെ വരാറ്. അപ്പോൾ ഇതേമാതിരി ജീവിതചരിത്രങ്ങൾ കഴിഞ്ഞ് ബോംബെയിൽ ഒരുപാട് കഥകളുമായി ഇനി ഇവിടുന്ന് നിങ്ങളെ മുന്നിൽ പങ്കുള്ള എന്തൊക്കെ പറയാനും കിട്ടുന്നുണ്ട്. അതപ്പോൾ വല്ലാത്തൊരു ഇടങ്ങൾ ഏശൊക്കെ ഒന്ന് വൃത്തിമെടുപ്പാക്കാണ്ട് ഇനിയിപ്പോൾ 2-3 മണിക്കൂർ ഇവിടെ പണിയുണ്ടാവും. ഇനി ഇത് കഴിഞ്ഞിട്ട് വേറൊരു വീഡിയോ കൂടി രാത്രി വരും. 2 വീഡിയോ ഒന്നിച്ച് വിടാണ്ട്. നാട്ടിൽ നിന്ന് കുറേ ആൾക്കാരുമായിട്ട് യാത്ര പുറപ്പെടുന്ന സമയത്തൊക്കെ കണ്ടുമുട്ടിയവരുണ്ട്. റസാഖ് ഭായി ഇവരൊക്കെ എപ്പോഴും ഇവരൊക്കെ പറഞ്ഞടിച്ച് എപ്പോഴും എൻ്റെ വീഡിയോ ഒക്കെ വിടുക. ഞാൻ വിട്ടുതരാമെന്നുണ്ട്. ഇവിടെ വെക്കുകയാണ്. അസ്സലാമു അലൈക്കും. നമസ്കാരം, നന്ദി എല്ലാവരോടും. എൻ്റെ യൂട്യൂബിലുള്ള എല്ലാ ഫ്രണ്ട്സുകളോടും പറയാണ് ഇതെന്താ സംഭവം എന്നറിയോ. ഒരു 3000 രൂപ ഡേറ്റ് നോക്കി കളിച്ചാൽ 3 ജൂലൈ 2025. ഓക്കെ, അതെന്താ സംഭവം എന്നറിയോ. ഇപ്പോൾ 6 മണിക്ക് ശേഷം അത് ടൈം ഉണ്ടാവും. അതിൻ്റെ കൂടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഉമ്മയുടെ പൈസ കൊടുക്കുവാൻ മറക്കല്ലേ 3000. ഞാൻ ബോംബെയിൽ എത്തിയ അന്ന് വിട്ട ദിവസമാണ് ആദ്യമായി തുടക്കം 3/7/2025. നമ്മുടെ അത്യപ്പാട് ഉമ്മക്ക് ഒരു 3000 രൂപ ഞാൻ എല്ലാ മാസം 1-ാം തീയതി ഒരു 3000 രൂപ വിട്ടു കൊടുക്കലുള്ളതാണ്. ഇപ്പോൾ എല്ലാ റൂമൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇനിയിപ്പോൾ ചായ അടിക്കാൻ പോവുകയാണ്. അപ്പോൾ വന്ന പാട് ഉമ്മക്ക് ഒരു 3000 രൂപ ഈ മാസം ഞാൻ നാട്ടിലായിരുന്നല്ലോ 1-ാം തീയതി. ഇവിടെ വന്നിട്ട് കടലിൽ കൂടിയും പോയിട്ടില്ല. ഇതുവരെയും കടലിൽ പോയിട്ടില്ല, എവിടേക്കും പോയില്ല. ഇവിടെ വൃത്തിയാക്കിയായിരുന്നു. അപ്പോൾ ഉമ്മാക്ക് എൻ്റെ പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കെല്ലാം ഞാൻ ആദ്യം അയച്ചു കൊടുത്തിക്കണേ. എൻ്റെ ഉമ്മാക്കാണ് ആദ്യം 3000 രൂപ ഞാൻ അയച്ചു കൊടുത്തിക്കണേ. അപ്പോൾ അതാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞു. നമ്മൾ മാതാപിതാക്കൾക്ക് എപ്പോഴും നമ്മൾ പൈസ അയച്ചു കൊടുക്കണം, അവരെ വേദനിപ്പിക്കരുത്. ഇപ്പം ഞാൻ ഞാൻ വരുന്നതിൻ്റെ തലേ ദിവസം ഉമ്മനെ പല്ല് ഡോക്ടറെ പോയി കാണിച്ചതിൻ്റെ ശേഷം അവിടെ മരുന്നൊക്കെ തന്നിട്ട് വേറൊരു ഡോക്ടറെ സമ്മതം കിട്ടണം പല്ല് പറിക്കണമെങ്കിൽ. കാരണം ഉമ്മക്ക് ഷുഗറും ഇതൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അതിന് വേണ്ടി പോയപ്പോൾ തന്നെ ഉപ്പ അവിടുന്ന് വീണിട്ട് ഉപ്പ വീണിക്കണമെന്ന് പറഞ്ഞിട്ട് വേഗം ഫോൺ കോൾ വന്നിട്ട് ഇവിടെ കൈപ്പത്തി ഇവിടെ ഈ ഭാഗത്ത് ആകെ എല്ലൊക്കെ പൊട്ടിയിട്ട് ലാസ്റ്റ് വേഗം ഉപ്പാനെ അവിടുന്ന് കൊണ്ടുപോയി.
അപ്പോൾ ഇനി ഉമ്മാനെ പല്ല് വരപ്പിക്കാനും കൂടി ഉമ്മയോട് ചോദിച്ചു ഉമ്മ പൈസ ഉണ്ടോ ചോദിച്ചപ്പോൾ ഉമ്മാന് പൈസയൊക്കെ ഉണ്ട് പെൻഷനൊക്കെ കിട്ടിക്കണം. അതൊക്കെ ഉമ്മ അങ്ങനെ പറയും. കാരണം ഉമ്മ അങ്ങനെയാണ് ചോദിച്ചാൽ വേണ്ട എന്നാണ് പറച്ചത്. കാരണം അതാണ് തള്ളാരെ മനസ്സിൽ. കാരണം അമ്മ പറഞ്ഞത് തരാം ഉമ്മയുടെ കുട്ടിയെ കടങ്ങളൊക്കെ വീടിയിട്ട് മതി ഉമ്മക്കൊക്കെ അയച്ചു തരില്ലെന്ന്. പക്ഷെ ഞാനതല്ല, തന്തക്കും തള്ളാർക്കും നമ്മളെപ്പോഴും ഞാൻ എല്ലാ മാസവും 1-ാം തീയതി അയച്ചു കൊടുക്കലുള്ളതാണ്. 1-ാം തീയതി. പിന്നെ അമ്മയോട് ചോദിക്കണം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉമ്മ പൈസ വല്ലതും വേണമെന്ന് ചോദിക്കും. ഇനിയിപ്പോൾ എൻ്റെ പെണ്ണുങ്ങൾക്ക് അയച്ചില്ല. പെണ്ണുങ്ങൾക്ക് ഞാൻ വരുമ്പോൾ ഒരു 10-600 രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ പറഞ്ഞത് നിങ്ങളൊക്കെയും പ്രവാസികളായ എല്ലാവരും മാതാപിതാക്കൾക്ക് എന്തെങ്കിലും പൈസ അയച്ചു കൊടുക്കണം കേട്ടോ, മറക്കരുതിട്ടാ. ഓക്കെ, അവരൊന്നും വേദനിപ്പിക്കരുത്, പാവങ്ങളാണ് അവരൊക്കെ. അതിനത്രയും കാലം ഉണ്ടാവില്ല. ഇനി നമുക്ക് പഠിച്ചോനെ നമുക്ക് ആയുസ് നീട്ടിത്തട്ടെ. നമ്മളാണോ ആദ്യം പോകണം അവരാണോ ആദ്യം പോകണം എന്നൊക്കെ അള്ളാൻ്റെ അടുത്താണ്. അപ്പോൾ ഇതാണിപ്പോൾ ഞാൻ വന്നേ മുതലേക്ക് വന്നിട്ട് 3/7/2025 ആദ്യമായിട്ട് ഉമ്മക്ക് വിട്ട പൈസയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയും എന്തിനാ ഇതൊക്കെ അറിയിക്കണമെന്ന്. അത് അറിയിക്കണം. നിങ്ങൾക്കുണ്ടല്ലോ ഉപ്പയും ഉമ്മയും മക്കളൊക്കെ എല്ലാവരും പരസ്പരം അങ്ങോട്ടൊക്കെ ചെയ്യണമെന്ന് പറയാം. ഇൻഷാല്ലാ ഇവിടെ വെക്കുക. ഇൻഷാല്ലാ പോവുകയാണേ. 1:35 വണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എൻ്റെ മക്കളൊക്കെ വന്നിട്ടുണ്ട്. സുഹാന അങ്ങോട്ട് വായോ. ഞങ്ങൾ ഇവിടെ ഏതായത് കുറ്റിപ്പുറ എയർപോർട്ടാണല്ലോ. കുറ്റിപ്പുറ എയർപോർട്ട് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ മക്കൾ ജീവിതത്തിൽ കുട്ടികളെപ്പോൾ വിമാനത്തിൽ യാത്ര ചെയ്തിട്ടില്ല. 40 കൊല്ലമായി. അപ്പോൾ കുട്ടികൾ കുറേ ദിവസമായി ഇപ്പോൾ ഞങ്ങൾക്ക് കുറ്റിപ്പുറ എയർപോർട്ടൊന്ന് കാണണം, കുറ്റിപ്പുറ എയർപോർട്ട് കാണണം എന്ന് പറഞ്ഞിട്ട് പാവങ്ങൾക്ക് എൻ്റെ വിമാനത്തിൻ്റെ വലിപ്പം കാണിച്ചു കൊടുക്കാം. വിമാനത്തിൻ്റെ വലിപ്പം കാണിച്ചു കൊടുക്കാം. വിമാനത്തിൻ്റെ വലിപ്പതാ. ഇവിടുന്ന് മൊത്തം വിമാനത്തിൻ്റെ വലിപ്പമാണ്. അത് അവസാനിക്കുന്നത് വരേക്കും വിമാനത്തിൻ്റെ വലിപ്പമാണ്. എന്തായാലും മോള് കൊണ്ടാക്കാൻ വന്നിട്ടുണ്ട്, എൻ്റെ മോനും കൊണ്ടാക്കാൻ വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ചെറിയ മോള്, രണ്ടാമത്തെ മോള് സ്കൂളിൽ പോകുമ്പോൾ യാത്ര പറഞ്ഞ് ഏറ്റവും മൂത്ത മോള് ഞാനപ്പം ഓളെ വീട്ടിൽ പോയി യാത്ര പറയാൻ വേണ്ടിയിട്ട്. അപ്പം മോള് സ്കൂളിലേക്ക് പോക്ക് കഴിഞ്ഞ് പിന്നൊക്കെ കാണാൻ പറ്റില്ല ഓളെ. ബാക്കി എല്ലാവരും ഇവരൊന്നും സ്കൂളിൽ പോയില്ല. എപ്പോൾ പോകണം അന്നൊന്നും ഇവള് പോകില്ല. ഇവർക്ക് അതുവരെയൊക്കെ കുറച്ച് നേരം ഒന്ന് കണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും കുറ്റിപ്പുറ എയർപോർട്ട്, വീണ്ടും കുറ്റിപ്പുറ എയർപോർട്ടാണ്, ഇൻ്റർനാഷണൽ എയർപോർട്ട്. പാടാ നേത്രവാദി മംഗള. എന്തായാലും സാറിന് ഒരു കേടുപാടും കൂടാതെ അവിടെ എത്തി കിട്ടട്ടെ. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യും കേട്ടാ. നമ്മളെ പോട്ടെ. കുട്ടികൾക്ക് സമാധാനമില്ല. ഇനിയിപ്പോൾ ട്രെയിൻ വരുമ്പോൾ ഞങ്ങളൊരു വീഡിയോ വേറെ എടുക്കും ഇൻഷാല്ലാ. അപ്പോൾ ഞങ്ങളെ വണ്ടി എൻ്റെ കുറ്റിപ്പുറ എയർപോർട്ടിൽ നിന്നാണ് എൻ്റെ വിമാനം അത് വരണേ. വിമാനത്തിൻ്റെ പേരാണ് മംഗള നിസാമുദ്ദീൻ എക്സ്പ്രസ്. കേട്ടില്ലേ വിമാനം എങ്ങനെയുണ്ട്? വലിയ വിമാനം. വലിയ വിമാനം ഇഷ്ടപ്പെട്ടില്ലേ? ഇവള് കുറ്റിപ്പുറ എയർപോർട്ടിലേക്ക് വന്നതാ. ഞാൻ അവിടെ എത്തിയിട്ട് അവിടെ നാളെ 1 മണിയാകുമ്പോഴത്തേനും എത്തും. ട്രെയിനിൽ പോയിട്ട് വാ പോട്ടെ. ഞങ്ങൾ പോവാണ്. മക്കളെ കുറ്റിപ്പുറം മക്കളൊക്കെ പിരിഞ്ഞു പോകുമ്പോൾ ഭയങ്കര വിഷമം. എല്ലാവർക്കും വരാൻ പോകുന്ന അവസ്ഥ തന്നെ അത്. എന്താ ചെയ്യുക? ജീവിതമാർഗത്തിന് വേണ്ടിയിട്ട് എന്തായാലും പഠിച്ച എല്ലാവരും കാത്തു രക്ഷിക്കട്ടെ. 1 മാസം നിന്ന് പിന്നെ കൂടുതൽ നിൽക്കാൻ പറ്റില്ല. അതാണ് ഇൻഷാല്ലാ.